Hello all. Today we are going to discuss about the investment decision process. So investment decision process എന്ന് പറഞ്ഞാൽ അതൊരു 5 step ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. Starting from defining investment objective, then analyzing the securities, then portfolio construction, performance evaluation, performance revision. ഈ 5 സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സ് എന്താണെന്ന് പറയുന്നതിന് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു ടേം നോക്കാനുള്ളതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ടേം. നമ്മളിതിന് മുന്നേ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണിത്, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇറ്റ്സ് എ ബാസ്ക്കറ്റ് ഓഫ് അസറ്റ്സ്. ഒരുപാട് അസറ്റ്സ്, അതിൽ ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ടാവാം, റിയൽ അസറ്റ് ഉണ്ടാവാം, അതുപോലെ ഡെറ്റ് സെക്യൂരിറ്റീസ് ഉണ്ടാവാം, ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ഉണ്ടാവാം. എക്സാമ്പിൾസ് ഇപ്പോൾ ഷെയർ ഉണ്ടാവും, അതുപോലെ ഡിബഞ്ചേഴ്സ് ഉണ്ടാവും, പിന്നെ പ്രോപ്പർട്ടി ഉണ്ടാവും, കമ്മോഡിറ്റീസ് ഉണ്ടാവും, കുറച്ച് ഡെറിവേറ്റീവ്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇതുണ്ടാവും. അങ്ങനെ എല്ലാ സെക്യൂരിറ്റീസും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നീഡെന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു അസറ്റ് റിട്ടേൺസ് കുറച്ച് കുറയുകയോ അല്ലെങ്കിൽ ഒരു അസറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ വേറൊരു അസറ്റ് വെച്ച് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് റിസ്ക് ഇല്ലാതാക്കുകയല്ല, ബട്ട് റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുവിധം എല്ലാ ആൾക്കാരും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുള്ളൂ. വിച്ച് മീൻസ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളായിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഒരാളായിരിക്കും എന്തായാലും ഇൻവെസ്റ്ററായിട്ട് പോവുള്ളൂ. അപ്പോൾ ബാങ്ക് സേവിങ്സ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് ഓൾറെഡി ആളുടെ കയ്യിലുണ്ട്. പിന്നീടാണ് ഒരു റിയൽ എസ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിലും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവും. ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തിട്ടേ ഏതൊരു ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ്മെൻറ്റിന് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു ടേമാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ടേം. അപ്പോൾ പോർട്ട്ഫോളിയോ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് നോക്കാം. The investment decision process gives the steps in creating a portfolio. It involves sequence of actions from understanding the investor's risk preference to asset allocation and to performance evaluation. It is the basic guide for where to invest, how to invest and when to invest. Which means നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റീവ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതിൽ തുടങ്ങി ആ ഒരു നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വരുന്ന പോർട്ട്ഫോളിയോ ഇനി എന്തെങ്കിലും റിവിഷൻ അതിൽ വരുത്തണോ, എന്തെങ്കിലും ചേഞ്ചസ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണോ എന്ന് നോക്കുന്നത് വരേക്കുമുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എല്ലാ ഇൻവെസ്റ്റേഴ്സും ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്തരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സീക്വൻസ് ആയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിച്ച് തരുന്ന അല്ലെങ്കിൽ അത്തരം സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയും. സിമ്പിളാണ്. ദെൻ അതൊരു ബേസിക് ഗൈഡാണ്. അതായത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്ന ആ ഒരു ഫുൾ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തേതാണ് ഡിഫൈനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. നമ്മളിത് ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാതെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ പോവില്ല. ചിലപ്പോൾ ഒരു ഷോർട്ട് ടേം റിട്ടേണിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടേം റിട്ടേണിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷന് വേണ്ടിയിട്ടായിരിക്കാം, അതും അല്ലെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആയിരിക്കാം. അങ്ങനെ എന്താണോ നമ്മുടെ ഒബ്ജക്റ്റീവ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. വെദർ ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ടേം ഓർ ലോങ് ടേം ഓർ ഹൈ പ്രയോറിറ്റി ഓർ ലോ പ്രയോറിറ്റി, എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ വെല്ലായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കണം.
എന്നാലാണ് നമുക്ക് ഏത് സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന നേരത്ത് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്തു, നമ്മൾ ആ ഒബ്ജക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ആ ഒബ്ജക്റ്റീവ് നമുക്ക് ഫുൾഫിൽ ചെയ്ത് തരാൻ പറ്റുന്ന സെക്യൂരിറ്റി ഏതാണെന്ന് നമ്മൾ നോക്കണം. അത് ഡെറ്റ് സെക്യൂരിറ്റി ആണോ, അത് ഒരു ഓണർഷിപ്പ് സെക്യൂരിറ്റിക്കാണോ അത് ചെയ്തു തരാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു റിയൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലാണോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുക. ആ ഒരു സെക്യൂരിറ്റി നമ്മൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി അനലൈസ് ചെയ്യണം. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി അനാലിസിസിൻ്റെ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് തരം അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണോ നല്ലത്, അതോ ടെക്നിക്കൽ അനാലിസിസ് ആണോ നല്ലത്, അതോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റിക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്താലാണോ നല്ലൊരു റിട്ടേൺ അല്ലെങ്കിൽ നല്ലൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, അല്ല ടെക്നിക്കൽ അനാലിസിസ് ചെയ്താലാണോ നമുക്ക് നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ആദ്യം തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കി നന്നായിട്ട് അനാലിസിസ് ഒക്കെ ചെയ്ത്, ടെക്നിക്കലോ ഫണ്ടമെൻ്റലോ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് നന്നായിട്ട് അനലൈസ് ഒക്കെ ചെയ്ത് ഒരു സെക്യൂരിറ്റിനെ പറ്റി ഒരു ഏറെക്കുറെ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തി, ആ കൺക്ലൂഷനിലേക്ക് നമ്മൾ ആ കൺക്ലൂഷൻ്റെ ബേസിസിൽ ആ സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരാൾ, ഞാൻ പറഞ്ഞു, ഒരു സെക്യൂരിറ്റിയിൽ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുക, ഒരുപാട് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കുറഞ്ഞതൊരു 3-4 സെക്യൂരിറ്റീസിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ആയാൽ അതിനെ നമ്മൾ പോർട്ട്ഫോളിയോ എന്നാണ് പറയുക. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ ബേസിസിൽ നമ്മളൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തു. കുറച്ച് ഷെയർ, കുറച്ച് ഡിബഞ്ചർ, കുറച്ച് ബാങ്ക് സേവിങ്സ്, പിന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെറിവേറ്റീവ്സ്, അതായത് കമ്മോഡിറ്റീസിൽ, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനെയായിട്ട് നമ്മളൊരു, അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റീസ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ബാസ്ക്കറ്റിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് പോർട്ട്ഫോളിയോ പെർഫോമൻസ് ഇവാലുവേഷനെ പറ്റിയിട്ടാണ്. വിച്ച് മീൻസ് നമുക്കറിയാം, നമ്മളൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒബ്വിയസ്ലി നമുക്ക് റിസ്ക് മിനിമൈസ് ചെയ്യാൻ, ഓവറോൾ റിസ്ക് മിനിമൈസ് ചെയ്യാനും, ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഇപ്പോൾ ഒന്ന് ഫോൾ ആയി കഴിഞ്ഞാൽ മറ്റൊരു സെക്യൂരിറ്റി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇത് തന്നെ ഒരു പണിയായിട്ട്, അതായത് ഇങ്ങനെ മിനിമൈസ് ചെയ്യാൻ മാത്രം, എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ അത് മിനിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷെയറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ആ ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ മാർക്കറ്റ് വാല്യൂ കുറയുകയാണ്, ആ ഷെയറിൽ നിന്ന് റിട്ടേൺ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുപോലെ ഇപ്പോൾ ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്, ഈ ഡിബഞ്ചർ ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നിട്ട് വലിയ അർത്ഥമില്ല എന്നാണ്. അതുപോലെ ഒരു ബാങ്ക് സേവിങ്സ്, ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ട് വരികയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റീസ് വെച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം, ഒബ്വിയസ്ലി നമ്മളൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ സോളി ഫോർ ദ പർപ്പസ് ഓഫ് റിസ്ക് മിനിമൈസേഷൻ അല്ല. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാനായിട്ട്, അത്രയ്ക്ക് മാക്സിമൈസ് ചെയ്ത് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു സെക്യൂരിറ്റീസിൽ മാറ്റങ്ങൾ വരുത്തുക. ഒന്നുകിൽ ഒരേ സെക്യൂരിറ്റി കുറച്ച് അളവിൽ കൂട്ടുക, അല്ലെങ്കിൽ കുറച്ചും കൂടി സെക്യൂരിറ്റീസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഔട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ടോപ്പ് റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സെക്യൂരിറ്റീസോ കമ്പനീസോ ഏതാണ് അവരുടെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ആ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ മാറ്റങ്ങൾ ചെയ്യുന്നതിനെ നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയും. ആ മാറ്റങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയും. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് സെക്യൂരിറ്റി അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കുറേ സെക്യൂരിറ്റീസിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരുവിധം കുറച്ച് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്ത് ആ പോർട്ട്ഫോളിയോ നമ്മുടെ ഒബ്ജക്റ്റീവിനെ ഒരു കുറച്ചെങ്കിലും ഫുൾഫിൽ ചെയ്യുമെന്ന് നോക്കി ആ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അവസാനം ഇവാലുവേഷനിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല സെക്യൂരിറ്റീസും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ പെർഫോമൻസ്, ആ പോർട്ട്ഫോളിയോ പെർഫോമൻസ് നമ്മൾ റിവൈസ് ചെയ്യാണ് ചെയ്യുക. കുറച്ചും കൂടെ നല്ല സെക്യൂരിറ്റീസ് അതിൽ ആഡ് ചെയ്യും. നന്നായിട്ട് പെർഫോം ചെയ്യാത്തത് നമ്മൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ കളയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ദിസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്.
കിട്ടിയെന്ന് വിചാരിക്കണം. യെസ്, നമുക്ക് നെക്സ്റ്റ് ഇനി പോകാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കുകയാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്കറിയാം, സാക്രിഫൈസിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ പ്രസൻറ്റ് മണി ഫോർ ഗെറ്റിംഗ് സം റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സ്പെക്കുലേഷൻ മീൻസ് സ്പെക്കുലേഷൻ ഇസ് ദി ആക്ടിവിറ്റി ഓഫ് ഫോർകാസ്റ്റിംഗ് ദ സൈക്കോളജി ഓഫ് ദി മാർക്കറ്റ്. അതായത് സിംപ്ലി മീൻസ് നമുക്ക് കേട്ടിട്ടുണ്ട് ടേമാണ് എങ്കിലും ഭാവിയിൽ വില കൂടുമെന്ന് കരുതിയിട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് സെക്യൂരിറ്റീസ് മേടിച്ചു വയ്ക്കുക, അത് ഒരു ഭാഗം. ഇനി ഭാവിയിൽ വില കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇപ്പം തന്നെ ഒരുപാട് സെക്യൂരിറ്റീസ് നമ്മൾ വിറ്റ് കളയാൻ, ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയാം. ഐ റിപ്പീറ്റ്, ഭാവിയിൽ വില കൂടുമെന്ന് കരുതി ഇപ്പോഴുള്ള സെക്യൂരിറ്റീസ് നമ്മൾ ഒരുപാട് മേടിച്ച് കയ്യിൽ വെക്കുക. കാരണം ഭാവിയിൽ വില കൂടുമ്പോൾ ഇപ്പോൾ വില കുറവിന് മേടിച്ചിട്ട് വില കൂടുന്ന ആ ഒരു ഭാവിയിലത്തെ ആ ഒരു നേരത്ത് നമുക്കത് വിൽക്കാം, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി ഭാവിയിൽ വില കുറയും, സെക്യൂരിറ്റീസിൻ്റെ വില കുറയുമെന്നാണ് നമ്മുടെ ഒരു എന്താ പറയുക ചിന്ത എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കയ്യിലുള്ള സെക്യൂരിറ്റീസൊക്കെ ഇപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് വേഗം വിറ്റ് കളയാം. അപ്പോഴും ഭാവിയിൽ വില കുറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക മാർക്കറ്റിൻ്റെ സൈക്കോളജി ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ആക്ടിവിറ്റി ഓഫ് ഫോർകാസ്റ്റിംഗ് ദ സൈക്കോളജി ഓഫ് മാർക്കറ്റ്, മാർക്കറ്റിൻ്റെ സൈക്കോളജി ഫോർകാസ്റ്റ് ചെയ്തിട്ട് ബൈയിങ്ങും സെല്ലിങ്ങും ട്രേഡിങ്ങും ഒക്കെ നടത്തുന്നതിനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഇറ്റ് പ്രിഫേഴ്സ് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്പെക്കുലേഷനിൽ കുറച്ചും കൂടി ഹയർ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നോക്കുക. ഇനി ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ സേഫ്റ്റിയാണ് നോക്കുക, സ്പെക്കുലേഷനിൽ മോർ ഓൺ റിട്ടേൺസ് ദാൻ സേഫ്റ്റി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്ന് പറഞ്ഞാൽ കുറച്ച് സേഫ്റ്റി നോക്കിയിട്ടാണ്. പക്ഷെ സ്പെക്കുലേഷനിൽ സേഫ്റ്റി അല്ല, അവിടെ റിട്ടേൺസ്. ഇപ്പോൾ വിൽക്കുന്നതിനേക്കാൾ 1 രൂപയെങ്കിൽ ഇപ്പോൾ വാങ്ങിയതിനേക്കാൾ 1 രൂപ എങ്കിൽ 1 രൂപ കൂടുതൽ എനിക്ക് അടുത്ത മൊമെൻറ്റിൽ അല്ലെങ്കിൽ അടുത്ത ഡേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റർ ഇപ്പോഴും റിട്ടേൺസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഇൻവെസ്റ്റർ റിട്ടേൺസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ ഉപരി സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുക. ഇനി കംപ്ലീറ്റ് ലോസ് വിൽ നോട്ട് ഹാപ്പൻ വെൻ കമ്പയർഡ് ടു ഗാംബ്ലിംഗ് ഓർ സ്പെക്കുലേഷൻ. ഇനി സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് ലോസ് ആണ് ഉണ്ടാവുക. അതായത് നമ്മുടെ ആ ഒരു ഫോർകാസ്റ്റ് തെറ്റിയാൽ, ഭാവിയിൽ വില കൂടുമെന്നുള്ള ഫോർകാസ്റ്റിൽ നമ്മളിപ്പോൾ വിറ്റ് ഭാവിയിൽ വില കൂടിയില്ലെങ്കിൽ നമുക്ക് ഫുള്ളും ലോസ് ആയിപ്പോയി. അല്ല, ഭാവിയിൽ വില കൂടുമെന്നുള്ള ഒരു എന്താ കുറയുമെന്നുള്ളൊരു ഇതിൽ നമ്മൾ സെക്യൂരിറ്റി ട്രേഡ് ചെയ്തിട്ട് ഭാവിയിൽ വില കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ലോസായി. അപ്പോൾ കംപ്ലീറ്റ് ലോസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് സ്പെക്കുലേഷനിൽ നടക്കും, പക്ഷെ കംപ്ലീറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നടക്കില്ല. ദെൻ റിട്ടേൺ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പുറത്ത് വരുന്നത് അച്ചീവ് മോർ ത്രൂ പ്രൈസ് ചേഞ്ച്. ഇവിടെ സ്പെക്കുലേഷനിൽ പ്രൈസ് ചേഞ്ച് കൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്, ഇവിടെ റിട്ടേൺസിൽ നിന്നാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ദെൻ ഇൻവെസ്റ്റേഴ്സ് ആർ കെയർഫുൾ വെയർ സെലക്ടിങ് ദ സെക്യൂരിറ്റീസ്. ക്യാപിറ്റൽ ഗെയിൻസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. Speculators are not very specific about selection of securities. Then investment, long term in nature, speculation, short term in nature. Then again investment does not trades frequently, speculation trades frequently according to changes in the market. അപ്പോൾ ഇതിലൊരു പോയിന്റ്സ് ഒന്നും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി സ്പെക്കുലേഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. Gambling is unplanned and unscientific without the knowledge of nature of risk involved. For example, game of horse race, card games, lotteries, etc. It is a game of chance or opportunity. Artificial and unnecessary risk are created for increasing the returns. അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടോ ഒരു അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ചെയ്യുന്നതല്ല ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഈവൻ സ്പെക്കുലേഷൻ പോലെ ചെയ്യുന്നത് പോലുമല്ല ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉള്ളൊരു തോന്നലനുസരിച്ച് നമ്മൾ അപ്പോൾ ഒരു ചാൻസ് നോക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് നമ്മളൊന്ന് എന്താ പറയുക ഗ്രാബ് ചെയ്ത് നോക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ സ്പെക്കുലേഷൻ പോലെ പോലും സയൻറ്റിഫിക്കോ പ്ലാൻഡോ അല്ല ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി
അതിൻ്റെ ഡിഫറൻസ് എന്താ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ ടാഞ്ചിബിൾ അസെറ്റ്സ്. ഗാംബ്ലിംഗ് ഈസ് ആക്ച്വലി ബൈയിങ് ചാൻസ് ഓർ ഓപ്പർച്യൂണിറ്റി. അതായത് ഒരു ഗെയിം, ഒരു ഹോഴ്സ് റേസോ ഒരു കാർഡ് ഗെയിമോ ലോട്ടറി ഒക്കെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ അത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്യുന്നതല്ല, ഒരു ഭാഗ്യപരീക്ഷണം എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഫോർ ഗെയിൻ ഓർ റിട്ടേൺ ഓർ പ്രോഫിറ്റ്. ഗാംബിൾ ഇസ് ഫോർ ഫൺ ഓർ ഗെയിം ഓഫ് ചാൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു രസത്തിന്, ഒരു തമാശയ്ക്ക് ചെയ്യുന്നതാണ് ഗാംബ്ലിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രോഫിറ്റ് കിട്ടാനും ഒരു റിട്ടേൺ കിട്ടാനും വേണ്ടി ചെയ്യുന്നതാണ്. Then investment involves an objective of return. Gambling involves a bet or game. Investment is comparatively riskless. Gambling is very risky. Then investment means building personal wealth. Gambling is a type of entertainment. അറിയാലോ, ഹോഴ്സ് റേസ്, നമ്മൾ കാർഡ് ഗെയിംസ് ഒക്കെ നടത്തുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ലോങ് ടേം റിട്ടേൺ ആണ്. ഗാംബ്ലിംഗ് കമ്പാരിറ്റീവ്ലി ഷോർട്ട് ടേം, വെരി ഷോർട്ട് ടേം റിട്ടേൺ ആണ്. ഇനി ഇറ്റ് എക്സിസ്റ്റ് ലോങ് ടേം റിലേഷൻഷിപ്പ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം നമ്മൾ ഇൻവെസ്റ്ററും അതിൻ്റെ മിഡിൽ മാനും അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഗാംബ്ലിങ്ങിൽ ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ല. ആ ഒരു ഗെയിം അവസാനിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പും അവിടെ വെച്ച് അവസാനിക്കും. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവറി ഈസ് പോസിബിൾ അൺലെസ് ദ കമ്പനി ഗോസ് ലിക്വിഡേഷൻ. നോ വേ ഫോർ റിക്കവറി ഓഫ് ലോസ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാണ്, ലിക്വിഡേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ നമുക്കൊരു റിക്കവറി പോസിബിൾ ആണ്. പക്ഷെ ഗാംബ്ലിംഗ് നിന്നൊരു റിക്കവറി പോസിബിൾ അല്ല. ഇനി ഹെഡ്ജിങ് ഇസ് പോസിബിൾ ത്രൂ കൺസ്ട്രക്ഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ദർ ഇസ് കൺസ്ട്രക്ടിങ് എ പോർട്ട്ഫോളിയോ വിൽ നോട്ട് ഹാപ്പൻ. അറിയാം, ഹെഡ്ജിങ് മീൻസ് മിനിമൈസിങ് റിസ്ക്. ഓക്കെ, റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മിനിമൈസിങ് ഓഫ് റിസ്ക് അല്ലെങ്കിൽ ഹെഡ്ജിങ് എന്നുള്ള പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കും. പക്ഷേ ഗാംബ്ലിങ്ങിൽ ഒരു പോർട്ട്ഫോളിയോ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ആവശ്യമില്ല. കാരണം അത് വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ദെൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ് അനാലിസിസ് ആൻഡ് സെക്യൂരിറ്റി അനാലിസിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നോ നീഡ് ഓഫ് മാർക്കറ്റ് അനാലിസിസ് ആൻഡ് സെക്യൂരിറ്റി അനാലിസിസ് ഇൻ ഗാംബ്ലിംഗ്. നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റലും ടെക്നിക്കലും ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പോവുക. പക്ഷേ ഗാംബ്ലിങ്ങിൽ അതേ അല്ല. ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് വെരി അൺപ്ലാൻഡ് ആൻഡ് വെരി അൺസയൻറ്റിഫിക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. രണ്ട് തരം ടൈപ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ ആൻഡ് റിയൽ. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഏകദേശം ഒരു 10 ഉണ്ട്. പിന്നെ റിയലിൽ നമുക്കൊരു 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഓൾട്ടർനേറ്റീവ്സ് എന്ന് ചോദിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് ചോദിക്കാം. ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഷെയർ ആണ്. ഷെയർ നമുക്കറിയാം, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഷെയർ ആയിട്ട് നമുക്ക് കിട്ടുന്നു. ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നു. നല്ല മാർക്കറ്റിൽ നല്ലോണം ഔട്ട് പെർഫോം ചെയ്യുന്ന ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അത് ഓണർഷിപ്പ് സെക്യൂരിറ്റീനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറിയുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒക്കെ PDF ആയിട്ട് തരും. ദെൻ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് പ്രോഫിറ്റ് ഇൻ എ കമ്പനി ദർ വിൽ ബി റിട്ടേൺ ഫോർ ഷെയർ ഹോൾഡേഴ്സ്. പക്ഷേ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ഫിക്സ്ഡ് ഇൻ്റർവെൽസിൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. ഡിബഞ്ചേഴ്സും ബോൺസും ഒക്കെയാണ് നമ്മൾ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുക. പ്രിഫറൻസ് ഷെയർസും ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, അത് ഒരു പ്രിഫറൻസ് ഷെയർസ് ഒഴിച്ച് ബാക്കി ഡിബഞ്ചറും ബോണ്ടും ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. അതായത് അത് ഷെയർസിനെ പോലെ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ല, ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇഫ് ദ കമ്പനി ഈസ് ഹാവിങ് പ്രോഫിറ്റ് ഓർ നോട്ട് ദ ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ഗെറ്റിംഗ് റിട്ടേൺസ്. ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനെ വിളിക്കുക, ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ്സ്. ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്.
ഒബ്വിയസ്ലി നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് പോകുന്നു, അതിലിപ്പോൾ 4 ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ട്, സേവിങ്സോ റെക്കറിങ്ങോ ഫിക്സ്ഡോ ടൈം അങ്ങനെ കറൻറ്റോ, അങ്ങനെ 4 തരം ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാങ്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നു. അതിനാണ് നമ്മൾ ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. യൂഷ്വൽ ടേം ആണ്. ദെൻ യൂണിറ്റ് ട്രസ്റ്റ്. യൂണിറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് പോലെയാണ്. ഓരോ യൂണിറ്റിൽ നമ്മൾ ഓരോ യൂണിറ്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ യൂണിറ്റിൻ്റെ ആ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ യൂണിറ്റ്സ് എന്നാണ് പറയുക. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സ് അവർ എടുത്തിട്ട് നല്ല സെക്യൂരിറ്റീസ് നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ റിട്ടേൺസ് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഈ മ്യൂച്വൽ ട്രസ്റ്റുകാരെടുത്ത് ബാക്കിയുള്ള റിട്ടേൺ നമുക്ക് തരും. അതിനാണ് നമ്മൾ യൂണിറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കണം. ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ യൂണിറ്റ് ട്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന സെക്യൂരിറ്റി എന്നല്ല അതിനെ വിളിക്കുക, യൂണിറ്റ്സ് എന്നാണ് പറയുക. അപ്പം അതിൽ തന്നെ ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഷെയർ, അതുപോലെ പ്രോപ്പർട്ടീസ്, ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്, ലൈഫ് ഇൻഷുറൻസ്, കമ്മോഡിറ്റീസ്, ആനുവിറ്റീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെല്ലാത്തിനെയും കൂടി ഒരു പേര് വിളിക്കുക നമ്മൾ യൂണിറ്റ്സ് എന്നാണ് വിളിക്കുക. അതാണ് യൂണിറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സ് ആണ് യൂണിറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ട്രസ്റ്റ് പോലെയല്ല. ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. ആ കമ്പനിയിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയുടെയാണ് നമ്മൾ ഷെയറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ റിട്ടേൺ അനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ച് നമുക്ക് റിട്ടേൺ തരാണ് ചെയ്യുക. അതാണ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അതൊരു കമ്പനിയാണ്, ആ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രോഫിറ്റിനനുസരിച്ച് നമുക്കത് റിട്ടേൺ ചെയ്യുന്നു. ദെൻ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് അറിയാം, എന്താ നമ്മൾ പ്രോപ്പർട്ടി, അതായത് ഹൗസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ, ഇപ്പോൾ ലാൻഡോ ബിൽഡിംഗ് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ദെൻ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടേമാണ്. മീൻസ് ഒരു അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് വാല്യൂ ചേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് വരുന്ന കോൺട്രാക്റ്റുകളെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. അതായത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈയിങ് അസറ്റ്. അതിനാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. ഡിറൈവ് ചെയ്ത് വരുന്ന വാല്യൂ ഉള്ളത് കൊണ്ടാണ് അതിനെ ഡെറിവേറ്റീവ്സ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ ഡെറിവേറ്റീവ്സിൻ്റെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് ഷെയർ ആവാം, അല്ലെങ്കിൽ ഒരു ഡിബഞ്ചർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മോഡിറ്റീസ് ആവാം, എന്തുമാവാം. അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ്. 4 തരം ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. ഇങ്ങനെ 4 തരം ഡെറിവേറ്റീവ്സ് ആണുള്ളത്. ഇതെല്ലാം കോൺട്രാക്റ്റുകളാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് നിൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഒരു ടൺ വീറ്റ് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് 2 ആൾക്കാർ തമ്മിലൊരു കോൺട്രാക്റ്റ് ചെയ്യാണ്. അപ്പോൾ വീറ്റാണ് ശരിക്കും അവിടെ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു അണ്ടർലൈങ് വീറ്റ് എന്ന് പറയുന്ന ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് ചേഞ്ച് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, അതായത് അവരുണ്ടാക്കിയ ആ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, ആ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന, അതായത് ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസിൽ മേലെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. മീൻസ് ഇറ്റ്സ് വാല്യൂസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. ദെൻ കമ്മോഡിറ്റീസ്. കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ പെപ്പറോ അല്ലെങ്കിൽ റബ്ബർ, ഏത് തരം കമ്മോഡിറ്റീസും, അഗ്രികൾച്ചറൽ ഏത് തരം കമ്മോഡിറ്റീസിനെയും നമ്മൾ കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് തന്നെയാണ് പറയുക. ഇഷ്ടമുള്ള കമ്മോഡിറ്റിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പെപ്പർ, റബ്ബർ, അല്ലെങ്കിൽ വീറ്റ്, പിന്നെ അങ്ങനെയുള്ള ഫ്രൂട്ട്സിലോ വെജിറ്റബിൾസിലോ, അങ്ങനെ എവിടെയാണോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ള, ഏത് കമ്മോഡിറ്റിയിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതിന് കൂടുതലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സാധാരണ നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസിൻ്റെ പോകുന്നു, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു, പ്രീമിയം അടയ്ക്കുന്നു, ആസ് യൂഷ്വൽ പോകുന്ന ആ ഒരു ഇതിന് തന്നെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുക. ലൈഫ് ഇൻഷുറൻസിൻ്റെ വേറൊരു വേർഷൻ പോലെയാണ് നമ്മൾ ആനുവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ മെച്യൂരിറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി കഴിയണ തീയതിക്ക് നമുക്ക് റീഫണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അടച്ചിരിക്കുന്ന തുക നമുക്ക് തിരിച്ചു കിട്ടുന്നു, അങ്ങനെ ഒരു റിട്ടേൺ കിട്ടുന്നു. അങ്ങനെ ആനുവിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയും ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട്, ഇപ്പോൾ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഇതിലും വരും. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ലാൻഡ്, ബിൽഡിംഗ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അഗ്രികൾച്ചറലോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ദെൻ ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷ്യസ് സ്റ്റോൺസിനെയാണ് നമ്മൾ ബുള്ളിയൻ എന്ന് പറയുക. ഇപ്പം നമ്മൾ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലാറ്റിനം, സിൽവർ, അങ്ങനെ നമ്മളിപ്പോൾ കൂടുതലും ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. പുറത്തുള്ള ഫോറിൻ കൺട്രീസൊക്കെ പ്ലാറ്റിനം അല്ലെങ്കിൽ എന്താ പറയുക സിൽവർ, അങ്ങനെ ഒരുപാട് പ്രഷ്യസ് സ്റ്റോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ ബുള്ളിയൻ അല്ലെങ്കിൽ ബുള്ളിയൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോകപ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിന്റിങ്സോ ആൻറ്റീക്സ് അങ്ങനെയുള്ള ഏതിലെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആർട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറയുക. ഇന്ത്യയിൽ അത് തീരെ പോപ്പുലർ അല്ല, പക്ഷെ റീസെന്റ് അതിനൊരു മാർക്കറ്റ് വരുന്നുണ്ട്. പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ ആർട്ട് ബുള്ളിയനേക്കാൾ പോപ്പുലർ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റിയൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് റിയൽ എസ്റ്റേറ്റ്, കമ്മോഡിറ്റീസ്, ബുള്ളിയൻ ആൻഡ് ആർട്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള 10 ആണ്. അതായത് ഷെയർസ്, യൂണിറ്റ് ട്രസ്റ്റ്, ഡെറിവേറ്റീവ്സ്, ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, കമ്മോഡിറ്റീസ് ആൻഡ് ആനുവിറ്റീസ്, ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ്സ്, പ്രോപ്പർട്ടീസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്. പിന്നെ നമ്മൾ ഗാംബ്ലിങ്ങും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ഗാംബ്ലിങ്ങും സ്പെക്കുലേഷനും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഒരു 5 സ്റ്റെപ്പായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും നോക്കി.